ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ബുക്സിലൊക്കെ ഒട്ടിക്കാൻ എന്തായാലും നെറ്റ് സ്ലിപ്പൊക്കെ വേണം അല്ലേ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു നെറ്റ് സ്ലിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ. പിള്ളേർ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയോട്ട് ഇപ്പോൾ നെറ്റ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ പിള്ളേർ തന്നെ ചോദിക്കില്ലേ, എനിക്ക് എൻ്റെ പിക്സും വെച്ചിട്ട് ഇതേപോലെ ചെയ്തു തരുമോ അമ്മയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിലാണ് എഡിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാർ ഉണ്ടാവും, അതിൽ പോയിട്ട് ടാഗ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ആക്കണം. അപ്പോൾ താഴത്തെ ആ ഒരു ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന്ന് ആഡ് ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കാത്തൂൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ആക്കണത്. അപ്പോൾ കാത്തൂനെ ഇഷ്ടപ്പെടാത്ത പിള്ളേർ ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വയ്യെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, താഴത്തെ ആ ഒരു ട്രാൻസ്പെറൻസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെയുള്ള ആ ഒരു എലമെൻറ്റ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴോട്ട് ഇങ്ങനെ നീക്കാൻ നേരം ഫ്രെയിംസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിംസ് ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനതൊന്ന് ഈ ഒരു സൈഡിലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോയിട്ട് ആ ഒരു ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പിക്ചർ ഇതിൽ ആഡാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചേച്ചിയുടെ മോളെ പിക്ചറാണ് ആഡാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫേസ് വന്നിട്ടില്ലെങ്കിൽ അതിൽ ഡബിൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി താഴത്തെ ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റത്തെ ആ ഒരു ആഡഡ് ഹെഡിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ അവിടെ നെയിം ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ലൊരു ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു ടൈപ്പിലുള്ളതൊന്ന് സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം ടീച്ചേഴ്സിന് പെട്ടെന്ന് പേര് നോക്കുമ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ സ്പെല്ലിങ് കിട്ടുന്ന രീതിയിൽ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മുകളിലായിട്ട് ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ രണ്ടാമത്തെ ആ ഒരു സബ് ഹെഡിങ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളവിടെ എന്തായിരുന്നു ഇപ്പോൾ ക്ലാസ് എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് കുറേ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്തത് ഡിവിഷൻ എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് വീണ്ടും കുറേ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കണേ. എന്നിട്ട് കറക്റ്റായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പേരിൻ്റെ താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ആക്കണം, സബ്ജക്റ്റ്, സ്കൂള്, റോൾ നമ്പർ വേണമെങ്കിൽ അതും ആഡ് ആക്കാം. അങ്ങനെയൊക്കെ ഇതേപോലെ ഒന്ന് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി മക്കൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കാർട്ടൂനെയാണ് കേട്ടോ ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ആക്കിയത്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് BG റിമൂവ് ഒന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ആദ്യം കാണുന്ന ആ സൈറ്റിൽ കയറിയിട്ട് ഫോട്ടോ ആഡ് ആക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ റിമൂവ് ആക്കി തരും. എന്നിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ആഡ് ആക്കിയാൽ മതി. ഇപ്പോൾ കാത്തു ആ ഒരു ലൈനിൻ്റെ ആ ഒരു ബാക്കിലായിട്ടാണല്ലോ നിൽക്കണത്. അപ്പോൾ നമുക്കതിനെ ഫ്രണ്ടിലോട്ടാക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന നേരം മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് നമുക്ക് കാത്തുവിൻ്റെ നല്ല അടിപൊളി സ്റ്റിക്കർ കിട്ടും കേട്ടോ. ഓക്കെ, അത് എന്നിട്ട് കറക്റ്റായിട്ട് അവിടെ ആ ഒരു സൈഡിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലുള്ള ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിത് ഗാലറിയിലോട്ട് സേവ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മക്കളുടെ വേറെ ഫോട്ടോസൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പേജ് എടുത്ത് ചെയ്യേണ്ട കേട്ടോ. ഇതിൽ തന്നെ ചെയ്താൽ മതി. അതും ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തീമും കൂടെ ചേഞ്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ കാത്തുൻ്റെ ഇരിക്കണത്, കിടക്കണത്, അങ്ങനെ പല ജാതി പോസിലുള്ള പിക്ചേഴ്സ് പിൻട്രസ്റ്റ് ആപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളവിടെ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തോ കേട്ടോ.
ആ ഒരു പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ റീപ്ലേസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗാലറി പോയിട്ട് നിങ്ങളുടെ മക്കളുടെ വേറെ ഏതെങ്കിലും പിക്ചർ ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലും ക്ലിക്ക് ചെയ്യുക, ഒന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അവിടെയും ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ പിക്ചേഴ്സ് ഉള്ള ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലാതെ നോർമലുള്ളതാണെങ്കിൽ അത് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിൽ ടെക്സ്റ്റ് നമുക്ക് എഴുതിയാലും നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇതും അതുപോലെ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പിക്ചേഴ്സ് ഇതേപോലെ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, വീണ്ടും ഹോം പേജിൽ വന്നിട്ട് സെർച്ചിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ബ്ലാങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ നെയിംസ്ലിപ്പും നമുക്ക് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന നേരം ആ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഒരു A3 സൈസിൽ നമുക്കൊരു 25 നെയിം സ്ലിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ 3 ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് പോണത്. ഇപ്പം നിങ്ങൾ 25 ടൈപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഓരോന്നായിട്ട് ആഡാക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സൈസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരൊറ്റൊരു A3 ഷീറ്റ് തന്നെ 25 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മതിയാവുമല്ലോ, ഒരൊറ്റ ഷീറ്റ് മതി. അപ്പോൾ ഒരു 50-60 രൂപ ആവണമെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ അത് എടുക്കാൻ നേരം വാട്ടർ പ്രൂഫ് സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാൻ നോക്കുക കേട്ടോ. മാറ്റ് ഫിനിഷുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ, അത് ചെയ്യാതിരിക്കുന്ന നല്ലത്. കാരണം വെള്ളം നനയുമ്പോൾ ഒന്ന് ചൊണ്ടി കഴിഞ്ഞാൽ അത് ചടയെന്നും പറഞ്ഞു പോവും. എന്നിട്ട് മുകളിലുള്ള ആ ഒരു സേവ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് PDF ആയിട്ടൊന്ന് സേവ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അവരുടെ പിക്കൊക്കെ ഉള്ള ആ ഒരു നെയിം സ്ലിപ്പ് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവും. അപ്പോൾ മക്കൾ സന്തോഷമായിട്ട് സ്കൂളിൽ പോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലും വീഡിയോസായിട്ട് കാണും വരെ. ബൈ ബൈ.